ഈ മൗനതയിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവ് ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പകരുന്ന നിമിഷങ്ങളാണ്. ഒന്ന് കൊരിന്ത്യസിൽ നമ്മൾ കേട്ടു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ, ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവ ക്രിസ്തു തന്നെയാണ്. ദൈവം അവനെ നമുക്കായി ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു. ഇനി അടുത്ത അധ്യായത്തിൽ നമുക്ക് ബൈബിൾ തുറക്കാം. 1 കൊരിന്ത്യസ് 2-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യസ് 2-ാം അധ്യായത്തിൽ 5 മുതലുള്ള വചനങ്ങൾ നമുക്ക് കേൾക്കാം. 1 കൊരിന്ത്യസ് 2-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം ഒന്ന് വായിക്കാം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവിക ശക്തിയാകാനായിരുന്നു അത്. അതിനു മുമ്പത്തെ നിങ്ങളുടെ മുൻപിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെ ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. എന്നെല്ലാവരും പറഞ്ഞേ, എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലിൻ്റെയും, അല്ലെങ്കിൽ ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെയും ദൈവശക്തിയുടെയും വെളിപ്പെടുത്തൽ. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കേട്ട സങ്കീർത്തനത്തിൻ്റെ വ്യാഖ്യാനം എന്തായിരുന്നു? ദൈവത്തിൻ്റെ ശക്തി. എന്താ ദൈവത്തിൻ്റെ ശക്തി? മരിച്ച് ഉയർപ്പിക്കുന്ന ശക്തി. ആത്മാവിൻ്റെ ശക്തി, അതിൻ്റെ എല്ലാം വെളിപ്പെടുത്തൽ. അപ്പോൾ നമ്മൾ എന്ത് പ്രസംഗിക്കണം? മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളോ അവരുടെ ഭൗതികമായ ഇപ്പം വിശിഷ്ടമായ അവകാശമാണ് നിനക്ക് അളന്ന് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് നീ വേഗം പോയിട്ട് അപ്പനോട് ചോദിച്ചെല്ലാം അളന്ന് മേടിച്ചോ. ആ വചനം കിട്ടിയാൽ ഓഹരി അളന്ന് വേഗം മേടിക്കാൻ വേണമെങ്കിൽ ഒരു സൂചന കിട്ടാമില്ലേ? വചനം വായിച്ചപ്പോൾ, വചനം തുറന്നപ്പോൾ ഇങ്ങനെ വചനം കിട്ടി, അളന്ന് മേടിക്കാൻ. ഓഹരി അളക്കൽ. ഇപ്പോൾ ഈ ആൾ പോയിട്ട് അപ്പനോട് പാലുണ്ടാക്കുമല്ലോ, എനിക്ക് വേഗം എനിക്കുള്ളത് അളന്ന് തായോ, ഞാൻ പോകാം. അതെന്താ അങ്ങനെ പറഞ്ഞു? ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ വചനം കിട്ടിയിരിക്കുന്നു, സന്ദേശം കിട്ടിയിരിക്കുന്നു. ഇങ്ങനെ ബൈബിൾ തുറന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു വചനം, ചിലപ്പോൾ അതിൻ്റെ അകത്ത് ആത്മീയമായ സന്ദേശങ്ങളുണ്ട്, പക്ഷേ അതിന് ഭൗതികമായ ഒരു കാഴ്ചപ്പാടല്ല, ഒരിക്കലുമല്ല. ഇത് തുറന്നപ്പോൾ കിട്ടിയൊരു വചനമുണ്ട്. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതി മാത്രമല്ല. 45-ലാണ്. ഇതൊക്കെ സാധാരണ നമ്മളിവിടെ അടക്കുന്ന നമ്പറുകളാണ്. രാജ്യങ്ങൾ ഇവിടെ തന്നെയല്ലേ? അതേല പിച്ചറക്കോട്ട ഏഷ്യ എത്രയാണ്? 45 കണ്ടോ? എല്ലാവർക്കും ബൈഹാർട്ടാത്. എന്താ? ഈ വചനം വെച്ച് പ്രാർത്ഥിച്ച രഹസ്യ ധനശേഖരണമൊക്കെ നമുക്ക് കിട്ടും, കടബാധ്യത മാറും.
കടബാധ്യത ഉണ്ടെങ്കിൽ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളമാതിരികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവനാണ്. നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരണങ്ങളും ഞാൻ നിനക്ക് തരും. എന്താണ് ഈ അന്ധകാരത്തിലെ നിധി? ഇപ്പം മനസ്സിലായോ? നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ അടഞ്ഞ അന്ധകാരത്തിൻ്റെ അവസ്ഥയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ നിധി കണ്ടോ ഇല്ലയോ? അതാണ് ത്രിത്വൈക ദൈവത്തിൻ്റെ സഹവാസം. ഈ വചനം വെച്ചുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ഒരു പണവും മരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, എൻ്റെ ബ്രദറെ എനിക്കിങ്ങനെ ഭയങ്കര കടബാധ്യതയാണ്. അപ്പോൾ അതിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കൗൺസിലർ പറഞ്ഞു, ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. അന്ധകാരത്തിലെ രഹസ്യ ധനശേഖരണവും അന്ധകാരത്തിലെ നിധി, രഹസ്യ ധനശേഖരണങ്ങളും അന്ധകാരത്തിലെ നിധികളും ധനശേഖരണം ഞാൻ നിനക്ക് മുമ്പേ പോയി ഇരുമ്പോടാമ്പലൊക്കെ തകർത്ത് പൊട്ടിച്ച് ആ കാശൊക്കെ നിനക്ക് തരും. ഇതൊക്കെയാണോ ഈ വചനത്തിൻ്റെ അർത്ഥം? അപ്പോൾ ഇതിനാണ് പൗലോസ്ലീഹ വേറെ തരത്തിലും ഭയങ്കര കാര്യമാണ് പറയണത്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനം ആകരുത്, മറിച്ച് എന്താകണം? ദൈവശക്തിയും ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുമാകണം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഞാനീ മരിച്ചവരുടെ പാട്ട് പാടുന്നതിൽ പ്രയാസമൊന്നുമില്ല. അവിടെ വെച്ച് ഇത് പാടുമ്പോൾ ഇതിൻ്റെ അർത്ഥമൊന്നും ആരും മനസ്സിലാക്കാറാണ് പാടണതേ. അവിടെ പോയി ചടങ്ങ് കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു, ഇതെല്ലാം കേട്ട് പോന്നു. ഈ മരിച്ച ആൾക്ക് വേണ്ടിയാണോ ഈ പാടണേ? ഈ പാടുന്നത് മുഴുവൻ ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ. ആ മരിച്ച ആൾ നമ്മൾക്കൊരു പ്രബോധന ഗീതം തരുന്നു എന്നുള്ള രീതിയിലാണ് വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഭൗതികമായ കാഴ്ചപ്പാടിൽ നിന്നും ആത്മീയമായ കാഴ്ചപ്പാടിലേക്ക് ഉയരണം. മരിച്ചു കഴിഞ്ഞിട്ടല്ല, ഇവിടെ വെച്ച് ഇപ്പോൾ. അതാണ് നിങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതമല്ല. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാവരേക്കാൾ നിർഭാഗ്യവാന്മാരാണ്. പോയി മറയുന്നീ ലോകവും അതിലേ ചെടികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക. ഒറ്റ സ്റ്റാൻസ മാത്രമേ പാടണുള്ളൂ, ബാക്കിയുള്ളത് പാടുന്നില്ല. ഇത്രയും മതി നമുക്ക്. പക്ഷെ ഇത് പാടിയാൽ നല്ലതാണ്. അപ്പോൾ അതാണ് ഈ പറയുന്നത്, മാനുഷിക വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവിക രഹസ്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ? ഈ ജീവിതത്തിലെ സമ്പത്തും സുഖസമൃദ്ധികളും എല്ലാം നേടുക, ബിസിനസ്സും എല്ലാം. പക്ഷെ നടക്കണില്ല. സകല ബിസിനസ്സും തകർന്ന ആൾക്കാർ. ഞാനപ്പോൾ ചിരിച്ചു. ഞാൻ ചിരിച്ചപ്പോൾ അയാൾ എന്താ ബ്രദർ ഇങ്ങനെ സീരിയസ് ആക്കി എടുക്കാത്തത്, എത്ര കോടിയുടെ നഷ്ടവും പ്രശ്നമൊക്കെ. ഞാൻ പറഞ്ഞത്, എടാ മോനെ, കർത്താവ് ഈശോ മിശിഹ ദരിദ്രനായി വന്നു, നിന്നെ ആ ഈശോയോടൊപ്പം ആക്കാൻ പിന്നെ എന്ത് ചെയ്യണം പറയും? ഈശോയുടെ ആഗ്രഹം നിന്നെ ഈശോയെ പോലെ ആക്കണമെങ്കിൽ നിന്നെ എന്ത് ചെയ്യണം? നിൻ്റെ ഈ കോടിക്കണക്കിന് രൂപ എല്ലാം മാറ്റിയാലല്ലേ ശരിയാവുള്ളൂ. അത് നിനക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് കർത്താവ് എടുത്ത് മാറ്റിയിരിക്കണം. അതിനാണ് കടബാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ ശരിയാവിടെ. പക്ഷെ ഈ ആളുകൾക്ക് കൊടുക്കണ്ടേ? കൊടുക്കാം. പക്ഷെ നീ അതിന് വിട്. നീ പറയും എനിക്കൊന്നും വേണ്ട കർത്താവേ,
ഞാൻ നിന്നെപ്പോലെ ദരിദ്രനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ് ഈ പാട്ടൊക്കെ ഒന്ന് പാടും. ഏത് പാട്ട് പാടണം? പോയി മറയുന്നീ ക്ഷണഭംഗുരമാ 1 കോടി രൂപ. ഇനി എന്ത് വേണം? അക്ഷയരാജ്യം നേടാനുതകും ജ്ഞാനം എനിക്ക് തരണേ. ഇപ്പോൾ കാശൊക്കെ തിരിച്ചു വരും. എന്തിനാ? കടബാധ്യത അവസാനിച്ച് നീ ക്ലിയർ ആകാൻ വേണ്ടി. പക്ഷെ നീ ഇപ്പോഴും പാവമായിട്ട് ജീവിക്കാൻ തയ്യാറാണ്. ആർക്കോ സമാധാനമായിട്ടുണ്ട്. എനിവേ, ഇത് വലിയൊരു കാര്യമാണ് ഈ 1 കൊരിന്ത്യർ 2 പറയണത് കേട്ടോ. ഇവിടെ 6-ാമത്തെ വചനം മുതൽ 5 നമ്മൾ വായിച്ചു. എന്താണ് 5-ൽ പറയുന്നത്? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവിക. അപ്പോൾ പൗലോസ് പറയണത് എപ്പോഴും അവരുടെ പഴയ വിശ്വാസ രീതിയിലുള്ള കുറവുകളെ കാണിച്ചുകൊണ്ടാണ്. ആരുടെ? യഹൂദരുടെ. അവരുടെ വിശ്വാസ രീതി ഞാനിതിൽ പറഞ്ഞില്ലേ, അവർ നിയമം എഴുതി നെറ്റിത്തങ്ങ് ഒട്ടിച്ചു വെച്ചു. ഞാൻ നിയമജ്ഞനാണ്. അതാണ് അവരുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതി കൂട്ടി. അല്ലോ, നിയമം അങ്ങനെ നെറ്റിത്ത് കെട്ടിവെക്കാൻ വേണ്ടിയാണോ നിയമം തന്നത്? അവരുടെ തൊങ്ങലുകൾക്ക് നീളം കൂട്ടി. 10 നിയമത്തിൻ്റെയും സിംബോളൈസ് ആയിട്ടുള്ള ഊറാല അല്ലെങ്കിൽ എന്താ പറയുക വെട്ടു. എന്നിട്ട് അവർ വലിയ നീളമുള്ള ലോഹയും ഇട്ട് പൊതുസ്ഥലങ്ങളിൽ ഞങ്ങൾ നിയമജ്ഞരാണ്, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. നിയമത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു? മാനുഷിക വിജ്ഞാനമനുസരിച്ച്. മോശ നിയമം തന്നത് നെറ്റിപ്പട്ടത്തിൽ കെട്ടിവെക്കാൻ വേണ്ടിയല്ല, ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം. ദൈവ സ്നേഹമാണ്. നമ്മളും നമ്മളും ഏതാണ്ടൊക്കെ നെറ്റിപ്പട്ടത്തിൽ കെട്ടിയിട്ടില്ലെങ്കിലും ആ സിദ്ധാന്തം 10 കൽപ്പനകളെ വരച്ച വരയിൽ അനുസരിച്ച് ജീവിക്കുകയാണ് നമുക്ക് മോക്ഷം കിട്ടും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എങ്കിൽ പിന്നെ ക്രിസ്തു എന്തിനാ വന്നേ? മോശ തന്ന 10 കൽപ്പനയെ അക്ഷരം പ്രതി അനുസരിച്ചാൽ നീതി കിട്ടും. അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണിപ്പോൾ. പല വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വലിയ ഫ്രെയിം ചെയ്ത ഒരു പോസ്റ്ററിൽ 10 കൽപ്പന എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടാൽ പെട്ടെന്ന് അപ്പോൾ നമുക്ക് എന്ത് തോന്നും? ഇവനൊരു യഹൂദനാണോ എന്നല്ലേ തോന്നേണ്ടത്, ഇല്ലേ? ആരാണ് ഈ 10 കൽപ്പനകളെ നെറ്റിപ്പട്ടത്തിൽ കെട്ടിവെക്കുന്നത്? ആരാ? യഹൂദരാ. നമ്മൾ ആരാ? നമ്മൾ യഹൂദരാണോ? അപ്പോൾ സംഭവം ഭയങ്കര പിടക്കലായി. എന്ത് പറയണേ ബ്രദർ? അപ്പം നമ്മൾ 10 കൽപ്പന നമുക്ക് വേണ്ടെന്നോ? വേണം. പക്ഷേ 10 കൽപ്പന പാലിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മോക്ഷം കിട്ടും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നീതീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, പിന്നെ യേശുവുമായിട്ട് എന്ത് ബന്ധം? ശരിയല്ലേ? ഞാൻ 10 കൽപ്പന പാലിച്ചാൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടു, ഞാൻ നല്ല വിശുദ്ധിയിൽ ജീവിക്കുന്നു. 10 കൽപ്പന കൃത്യമായിട്ട് ഞാൻ പാലിച്ചാൽ ഞാൻ നീതീകരിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വിട്ടു എന്നാണ് അർത്ഥം. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലാകാൻ. പക്ഷേ ഇത് മനസ്സിലായോ ഇല്ലയോ?
പക്ഷേ എന്ത് ചെയ്യണം? മറിച്ചെന്ത് ചെയ്യണം? ക്രിസ്തു വന്നിട്ട് ആദ്യം പറഞ്ഞത് എന്താ? ഞാൻ ഈ 10 കൽപ്പനകളെ റദ്ദാക്കാനല്ല വന്നത്. വള്ളിയും പുള്ളിയും മാറില്ല. അവരുടെ കണക്കാണ് ഈ വള്ളി പുള്ളി എന്നുള്ള നിയമം. വള്ളി പുള്ളി മാറാതെ നെറ്റിത്ത് കെട്ടിവെക്കുന്നവരായിട്ട് പറയുകയാണ്, വള്ളിയും പുള്ളിയും ഞാൻ മാറ്റില്ല. എന്നാൽ ഞാൻ വന്നത് നിയമത്തെ പൂർത്തിയാക്കാനാണ്. അപ്പോൾ ആ യേശുവിനെ നമ്മളിങ്ങനെ സ്വീകരിക്കുകയും ആ യേശുവിൻ്റെ മാംസവും രക്തവും നമ്മൾ ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ രൂപാന്തരപ്പെട്ട് നമ്മൾ വിശുദ്ധി കൊണ്ട് നിറയുമ്പോൾ നമുക്ക് പാപം ചെയ്യാൻ പറ്റുമോ? ഉച്ചത്തിൽ പറഞ്ഞേ ഇല്ല. അങ്ങനെ പാപം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ മാതാവിനെ പോലെയായി, കൃപ നിറഞ്ഞവളായി. അപ്പൊ നമ്മൾ കൽപ്പനകൾ പൂർത്തീകരിച്ചോ? 10 പൂർത്തീകരിക്കും. വള്ളി പുള്ളി മാറാതെ പൂർത്തീകരിക്കും. അതാണ് ദൈവരാജ്യം. അതാണ് പൗലോസ്ലീഹ പറയുന്നതിൻ്റെ അർത്ഥം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എൻ്റെ ശക്തി കൊണ്ട്, മാനുഷികമായ ശക്തി കൊണ്ട് നിയമം പാലിക്കുന്ന ഒരു അവസ്ഥ ആകാതെ ദൈവശക്തി ആകണം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താകണം? ദൈവശക്തി. ക്ലിയർ ആവുണ്ടല്ലേ? കണ്ടോ, ജ്ഞാനം. ഈ ധ്യാനത്തിന് വലിയൊരു പുതിയ ഉൾക്കാഴ്ചയാണ് ഇപ്പൊ ശരിക്കും വരുന്നുണ്ട്. കാരണം പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? നമ്മളിലുള്ള ആ അവിശ്വാസവും അന്ധവിശ്വാസവും അതാണ് ഒരു വചനം വരുന്നു. മത്തായി 15, 13, 14 ഒക്കെ. മത്തായി 15, 13, 14 എല്ലാം പറയുന്നത് എൻ്റെ പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം ഉഴുതു മാറ്റപ്പെടും. എന്നിട്ട് പറയാണ്, അന്ധരെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. ഇത് എന്തിനെ കുറിച്ചാണ് പറയേണ്ടത്? ഫരിസേയരും നിയമജ്ഞരും യേശു വന്നിട്ടും യഥാർത്ഥമായ ആ ജ്ഞാനത്താൽ നിറയാതെ അവരുടെ തന്നെ പഴയ സിദ്ധാന്തമായി വെച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ആത്മീയ അന്ധത. ആ അന്ധത ഉള്ളവർ മറ്റുള്ളവരെ വഴി നടത്താണെങ്കിൽ സമ്മതിക്കുമോ? കർത്താവ് തന്നെ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് സുവിശേഷ വേല നടക്കാത്തത്. അവിടെ പറയാണ്, അവരെ വിട്ടേക്ക്, അവരെ ഇപ്പോൾ ഉപയോഗിക്കണ്ട. കാരണം അവരിലുള്ള ആത്മീയ അന്ധത മാറിയിട്ടില്ല. ആത്മീയ അന്ധത മാറി ഈ പുതിയ വെളിച്ചം പ്രകാശിച്ചാൽ മാത്രമേ, അങ്ങനെ പ്രകാശിക്കുന്നവരെ കർത്താവ് എടുത്തുപയോഗിക്കും. എന്തിനുപയോഗിക്കും? ഈ പ്രകാശം പരത്തുന്നതിന്, അന്ധകാരം അകറ്റുന്നതിന്. അപ്പോൾ അതെല്ലാമാണ് ഇതിൻ്റെ അർത്ഥം. മാനുഷിക വിജ്ഞാനം ആത്മീയ അന്ധതയാണ്, ദൈവിക ശക്തിയാണ് കണ്ണ് തുറക്കുന്ന അവസ്ഥ. ഇനി തുറന്ന് വായിക്കാം എല്ലാവരും. 1 കൊരിന്ത്യർ 2:6 മുതൽ വായിക്കാം. എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷേ ലൗകിക വിജ്ഞാനമല്ല. വായിച്ചു എല്ലാവരും. ഈ ലോകത്തിൻ്റെ നാശോന്മുഖമായ അധികാരികളുടെ വിജ്ഞാനവും അല്ല, രഹസ്യവും, എല്ലാവരും ശബ്ദം ഉയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട്, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഒന്നുകൂടി എല്ലാവരും. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അടുത്തത്, അത് നമ്മുടെ മഹത്വത്തിനായി. കണ്ടോ, നമുക്ക് എന്തിനായിട്ട്? നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്.
കണ്ടോ, നമുക്ക് വേണ്ടി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ള ജ്ഞാനമാണത്. ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല. സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാമുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും, ഒന്നുകൂടി, ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അതാണ് ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവെന്നിൽ പകർന്നിടുന്നു, ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവെന്നിൽ ചൊരിഞ്ഞിടുന്നു. ആത്മാവാണ് സഹായകൻ. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് നമ്മളിൽ ദൈവം തരുന്നത്. കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സ് നിരൂപിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ കാര്യങ്ങൾ ദൈവം നമുക്ക് തരുന്നു. അത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇപ്പം ഇന്ന് നമ്മൾ കേട്ട കാര്യങ്ങളിൽ നിങ്ങളെ ഏറ്റവും സ്വാധീനിച്ച ഒന്ന് രണ്ട് കാര്യം എന്താണെന്ന് അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ. ഇന്ന് രാവിലെ മുതലോ അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈയിടെ നമ്മളേറ്റവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മനസ്സിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാശയത്തെ ഒന്ന് പങ്കുവയ്ക്കുക.